അത്ര ഇന്നെങ്കിലും സമയത്ത് വന്നു. ചിങ്ങൻ രാശി. പ്രണയ സാഫല്യത്തിന് സാധ്യത, സാമ്പത്തിക കാര്യങ്ങളിൽ ഉന്നമനം. എന്നും പറയുന്ന പോലെ ഒന്നും നടക്കുന്നില്ല എങ്കിലും ചിലതൊക്കെ കറക്റ്റ് ആവുന്നുണ്ട്. ഞാൻ പോവുകയാണേ. നീ രാവിലെ ഇവിടെ പോകണം. ഒരു ഔട്ട്ഡോർ വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് ഇന്നലെ പ്ലാൻ ചെയ്യുന്നു. ഇന്ന് ഇനി നടക്കും. നീ കറങ്ങി നടന്നോ? പിന്നെ എൻ്റെ ക്ലാസ്സിലെ കൊച്ചിൻ്റെ സഹോദരിക്ക് നീ ജാതകം അയച്ചു കൊടുത്തിട്ട് ജാതകം ചേരുമെങ്കിൽ കെട്ടാന്ന് പറഞ്ഞില്ലേ? വിളിച്ചാ? പറ നടക്കുമല്ലോ. അവൾക്ക് ചൊവ്വാദോഷമുണ്ട്, ജാതകം ചേരത്തില്ല. വീട്ടുകാർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. ചൊവ്വാദോഷോ? അവൾക്ക് ഇഷ്ടപ്പെട്ടു. അവൾക്ക് നിന്നെ ഇഷ്ടമാണ്, പക്ഷേ വീട്ടുകാർ എതിർത്തൊന്നും ചെയ്യത്തില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞതാ, ഈ ജാതകവും കോപ്പും നോക്കിക്കൊണ്ട് നടക്കരുത്, അതിൽ യാതൊരു അടിസ്ഥാനവുമില്ല. നീ ചുമ്മാ രാവിലെ പത്രത്തിൽ ഇത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സയൻസും എല്ലാം നോക്കി എൻ്റെ ആ തെറ്റിദ്ധാരണ മാറ്റാൻ നോക്കാൻ. ഇഷ്ടപ്പെട്ടില്ലേ? നല്ല കൊച്ചായിരുന്നു. ഞാൻ ഈ അടുത്ത സമയത്ത് ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടൊരു ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ എനിക്ക് അതിലൊരു റിവാർഡ് കിട്ടി. നമ്മൾ സ്ക്രാച്ച് ചെയ്യുന്ന റിവാർഡാണ്. സ്ക്രാച്ച് ചെയ്തപ്പോൾ 1 ഫ്രീ ചാറ്റ് വിത്ത് ആസ്ട്രോളജർ ആൻഡ് 50% ഓഫ് വിത്ത് സെക്കൻഡ് എന്ന് പറയുന്ന ഈ രീതിയിലുള്ളൊരു ഓഫറാണ് എന്നെ കാണിച്ചത്. ഈ ഒരു ഓഫർ കണ്ടപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗൂഗിൾ പേ പോലെയുള്ള വലിയ ഇത്തരം കമ്പനികളിലേക്ക് ആസ്ട്രോളജേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നും അതിന് അത്രത്തോളം ഫണ്ട് അവർ ചിലവഴിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. അതായത് അവർക്കിപ്പോഴും അതിൽ നിന്ന് പൈസ കിട്ടാൻ പറ്റുന്ന വലിയൊരു ബിസിനസ്സാണ് ആസ്ട്രോളജി. നിങ്ങൾ ആസ്ട്രോളജി അഥവാ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവരായാലും ഇല്ലെങ്കിലും ഇന്നത്തെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. അപ്പോൾ നമ്മുടെ നാട്ടിൽ ജ്യോതിഷം വിശ്വസിച്ചതുകൊണ്ട് എന്തെങ്കിലും ഉപയോഗമുണ്ടോ എന്ന് പലപ്പോഴും ക്രോസ് ചെക്ക് ചെയ്യാറുണ്ടോ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ എന്നുള്ള സംശയമാണ്. പക്ഷേ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഇതിൻ്റെ സയൻസിനെ കുറിച്ചാണ്. അതായത് ജ്യോതിഷത്തിൻ്റെ പിന്നിൽ അവരവകാശപ്പെടുന്ന ശാസ്ത്രമുണ്ടോ, പിന്നെ എന്താണ് സത്യം എന്നതിനെക്കുറിച്ച് ചെറിയൊരു അന്വേഷണം മാത്രമാണ് ഇന്നത്തെ എപ്പിസോഡ്. ഹായ് ഫ്രണ്ട്സ്, JR സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. എല്ലാത്തിനും ഒരു ചരിത്രമുണ്ട്. ഈ പറയുന്ന ആസ്ട്രോളജി, ആസ്ട്രോണമി എന്നീ 2 വാക്കുകൾ പരസ്പരം തെറ്റിപ്പോകരുത്. അതിൻ്റെ മലയാളം അതേപോലെ തെറ്റുന്ന ഒന്നാണ്. ആസ്ട്രോളജി എന്ന് പറഞ്ഞാൽ ജ്യോതിഷവും ആസ്ട്രോണമി എന്ന് പറഞ്ഞാൽ ജ്യോതിശാസ്ത്രവുമാണ്. ജ്യോതിശാസ്ത്രം, ജ്യോതിഷം എന്നിവ ചരിത്രത്തിൽ ഏകദേശം കെട്ടുപിണഞ്ഞ് കിടന്നിരുന്ന ഒന്നായിരുന്നു. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യൻ ഏകദേശം ഈ ഒരു കോലത്തിലേക്കായി തുടങ്ങിയിട്ട് 2 ലക്ഷം വർഷത്തെ പഴക്കമേ ഉള്ളൂ. അതിൽ തന്നെ നമ്മൾ എഴുത്ത് വായനയൊക്കെ തുടങ്ങിയിട്ട് കൂടിപ്പോയാൽ ഒരു 5000-10000 വർഷത്തിനിടയ്ക്ക് കണക്കാക്കിയാൽ പോലും നമ്മുടെയൊക്കെ തന്നെ ഒബ്സർവേഷനിൽ നിന്നുകൊണ്ടാണ് സെലസ്റ്റിയൽ ബോഡികളുടെ സ്ഥാനവും നമ്മുടെ ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങളും തമ്മിലുള്ള ബന്ധം കണ്ടെത്താൻ മനുഷ്യർ ശ്രമിക്കുന്നത്. കോറിലേഷൻ ഈസ് ഈക്വൽ ടു കോസേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കുമ്പോൾ നമ്മൾ മറ്റേതെങ്കിലും കാര്യവുമായിട്ട് അതിനെ ലിങ്ക് ചെയ്യാൻ ശ്രമിക്കും. പണ്ടത്തെ കാലത്ത് പ്രധാനമായിട്ടും ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് കൃഷി എപ്പോൾ ഇറക്കണം, എപ്പോൾ വിളവെടുക്കണം, അല്ലെങ്കിൽ എപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വളം കൊടുക്കണമെന്ന് കണ്ടെത്തുക, ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാവുക, വെള്ളപ്പൊക്കം, വരൾച്ച, മഞ്ഞ് വീഴ്ച തുടങ്ങിയ കാര്യങ്ങളുടെ സീസണുകൾ മനസ്സിലാക്കുക, യാത്ര ചെയ്യുക, കുറച്ചുകൂടി കടന്നു ചിന്തിച്ചാൽ യുദ്ധം വരിക. ഇത്തരം കാര്യങ്ങളുമായിട്ട് വർഷാവർഷം നിരീക്ഷിക്കുന്ന മനുഷ്യന് ഏറ്റവും ബേസിക്കായിട്ട് മനസ്സിലാകുന്നൊരു കാര്യം, രാത്രി കാലങ്ങളിൽ ആകാശത്ത് കുറേ പൊട്ടുകൾ കാണപ്പെടുന്നുണ്ട്. നമ്മൾ നക്ഷത്രങ്ങളെന്ന് ഇപ്പോൾ പറയുമെങ്കിലും അന്നത് നക്ഷത്രമാണ് എന്ന് പറഞ്ഞാലും അത് അവിടെ പതിപ്പിച്ച് വെച്ചിരിക്കുന്ന കുറേ രൂപങ്ങളായിട്ട് കണക്കാക്കുന്നു, അല്ലെങ്കിൽ ഹെവൻലി ബോഡികളായിട്ട് മനുഷ്യൻ കണക്കാക്കുന്നു. അതിൻ്റെ പാറ്റേണുകൾ ഏകദേശം ഫിക്സഡ് ആണ്. ഇന്ന് നമുക്കറിയാം ഭൂമിയുടെ സ്വയം ഭ്രമണവും സൂര്യന് ചുറ്റുമുള്ള കറക്കവും മൂലം അതിൻ്റെ സ്ഥാനം മാറുന്നുണ്ട്. നമ്മളതിനെ സെലസ്റ്റിയൽ സ്ഫിയർ എന്നാണ് പറയുന്നത്. പക്ഷേ അന്നത്തെ കാലത്ത് വർഷത്തിൽ ഓരോ സമയത്തും ഓരോ ടൈപ്പ് പാറ്റേണുള്ള നക്ഷത്രങ്ങൾ ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്നു. ഒരു പ്രത്യേക ടൈപ്പ് നക്ഷത്ര കൂട്ടങ്ങൾ പ്രത്യക്ഷപ്പെടുമ്പോൾ കൃഷി ഇറക്കേണ്ട സമയമാവുന്നു, നല്ല വിളവ് കിട്ടുന്നു. ചില സമയങ്ങളിൽ അസുഖം വരുന്നു, ചില സമയങ്ങളിൽ മഴ പെയ്യുന്നു ഒരുപാട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നോക്കിയപ്പോൾ ഈ ആകാശത്ത് കാണുന്ന ബോഡികളെയും ഭൂമിയിൽ നടക്കുന്ന സംഭവങ്ങളെയും കണക്ട് ചെയ്യാൻ മനുഷ്യൻ ആരംഭിച്ചു. വേണമെങ്കിൽ സത്യത്തിൽ അവിടെ നിന്നാണ് മനുഷ്യൻ ബഹിരാകാശ പഠനം സ്റ്റാർട്ട് ചെയ്തത് എന്ന് നമുക്ക് പറയാം. കാരണം ആകാശത്തുള്ള ഈ രൂപങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഇടയിലൂടെ വേഗത്തിൽ പാഞ്ഞു പോകുന്ന രൂപങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഈ വസ്തുക്കൾ എന്തുകൊണ്ടാണ് പല സമയത്ത് പല രൂപങ്ങൾ കാണിക്കുന്നത് എന്നിവയിൽ നിന്നാണ് ഭൂമിയുടെ ഷേപ്പും ഭൂമിയുടെ കറക്കവും ഒക്കെ മനുഷ്യൻ മനസ്സിലാക്കിയത്. അതായത് ഒരു കാലഘട്ടം വരെ ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു, ഇതെങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയതിലൂടെ ആസ്ട്രോണമിയും ആസ്ട്രോളജിയും ഒരേപോലെ വളർന്നു വരികയും അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന സയൻറ്റിസ്റ്റുകൾ ഒരേ സമയം ആസ്ട്രോളജിസ്റ്റുകളും ആസ്ട്രോണമിസ്റ്റുകളുമായിരുന്നു എന്ന് നമുക്ക് പറയാം. പക്ഷേ ഈ ഒരു ചിന്താഗതിയിൽ നിന്ന് മാറി ജനിക്കുന്ന ആളുകളുടെ തലവര അല്ലെങ്കിൽ അവരുടെ ഭാവി
ഈ കാണുന്ന ഹെവൻലി ബോഡീസ് അന്ന് കാണപ്പെടുന്ന നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും അടിസ്ഥാനത്തിൽ പ്രവചിക്കാൻ തുടങ്ങിയതിൽ നിന്നാണ് സത്യത്തിൽ ജ്യോതിഷം എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ശാഖയും ജ്യോതിശാസ്ത്രം എന്ന് പറയുന്ന ശാഖയും തമ്മിൽ വേർപെടാനായിട്ട് ആരംഭിച്ചത്. അതായത് നമ്മുടെ ആകാശത്ത് നക്ഷത്രങ്ങൾ പതിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്നും ആ കാണുന്ന ഏരിയയെ സെലസ്റ്റിയൽ സ്ഫിയർ എന്ന് നമ്മൾ പരിഗണിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവിടെ കുറേ നക്ഷത്രങ്ങളെ കാണാം. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറേ പൊട്ടുകളിട്ട ഒരു പേപ്പർ തന്നിട്ട് പറയുകയാണ് നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് ഈ പൊട്ടുകളെ യോജിപ്പിക്കൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാവനയാണ് അവിടെ വർക്കൗട്ട് ആവുന്നത്. ആകാശത്ത് അതേപോലെ പല ഷേപ്പിൽ പല സ്ഥാനത്തായിട്ട് പൊട്ടുകൾ പോലെ നക്ഷത്രങ്ങളെ കാണാം. സ്വാഭാവികമായിട്ടും മനുഷ്യൻ അവയെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഓരോ അവർക്കറിയാവുന്ന രൂപങ്ങളാക്കി സിംഹവും ത്രാസും മത്സ്യവും ഒക്കെയുള്ള രൂപങ്ങളാക്കി വരയ്ക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തുണ്ടാവുന്നു, ഈ കോൺസ്റ്റലേഷൻസിനെ രൂപപ്പെടുത്തുകയും ചെയ്തു. അതായത് നമ്മൾ കാണുന്ന ഭൂമിക്ക് ചുറ്റും ഈ നക്ഷത്രങ്ങൾ കാണപ്പെടുന്ന ആ ഒരു ബാക്ക്ഡ്രോപ്പിനെ, ആ പശ്ചാത്തലത്തെ സെലസ്റ്റിയൽ സ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കാണപ്പെടുന്ന കൂട്ടം നക്ഷത്രങ്ങളെ ചേർത്തുകൊണ്ട് ഓരോ രൂപങ്ങളാക്കിയതിനെയാണ് നമ്മൾ കോൺസ്റ്റലേഷൻസ് എന്ന് പറയുന്നത്. പക്ഷേ അതിനിടയിൽ നക്ഷത്രങ്ങളല്ലാതെ കുറേ രൂപങ്ങൾ വേഗത കുറഞ്ഞും വേഗത്തിലും ഒരേ ലൈനിലുമൊക്കെ സഞ്ചരിക്കുന്നുണ്ട്. അവയാണ് ഗ്രഹങ്ങളെന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം അവയൊക്കെ തന്നെ ഭൂമിയെ പോലെ സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളാണ്. പക്ഷേ ഇത് നിരീക്ഷിക്കുന്ന സമയത്ത് മനുഷ്യൻ്റെ മനസ്സിൽ ഭൂമിയായിരുന്നു പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം, സൂര്യൻ ഉൾപ്പെടെ എല്ലാ വസ്തുക്കളും ഭൂമിയാണ് ചുറ്റുന്നത് എന്നുള്ളൊരു അടിസ്ഥാനത്തിൽ നോക്കിയപ്പോൾ ഈ ഗ്രഹങ്ങളും സൂര്യനും ചന്ദ്രനും എല്ലാം തന്നെ ഭൂമിയെ ചുറ്റുന്നതാണ് എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സെലസ്റ്റിയൽ സ്ഫിയറിനകത്ത് ഒരുപാട് കോൺസ്റ്റലേഷൻസ് ഉണ്ട്, നക്ഷത്ര കൂട്ടങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അവയ്ക്ക് ഓരോ രൂപങ്ങളും ഉണ്ട്. പക്ഷേ ഇതിനിടയിൽ എക്ലിപ്റ്റിക് എന്ന് പറയുന്ന ഒരു ലൈനുണ്ട്. ഗ്രഹങ്ങളും സൂര്യനും ചന്ദ്രനും ഉദിച്ചസ്തമിക്കുന്ന ഒരു പോർഷൻ, ഒരു പാത. ഈ പാതയാണ് നമ്മൾ എക്ലിപ്റ്റിക് എന്ന് പറയുന്നത്. അതിനിടയിൽ ബുധൻ സഞ്ചരിക്കും, ശുക്രൻ സഞ്ചരിക്കും, ചൊവ്വ, വ്യാഴം, ശനി, അതേപോലെ തന്നെ ചന്ദ്രൻ, സൂര്യൻ എന്നിവയൊക്കെ തന്നെ ചെറിയൊരു ആംഗിൾ വ്യത്യാസം ഉണ്ടെങ്കിലും ഏകദേശം ഒരേ ലൈനിലൂടെയാണ് ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നതായിട്ട് അന്ന് ആളുകൾ നിരീക്ഷിച്ചത്. അപ്പോൾ പല രീതിയിൽ പോകാറുണ്ട്. ഇപ്പോൾ സൂര്യൻ 24 മണിക്കൂറുണ്ട്, അതിൽ 12 മണിക്കൂർ കിഴക്ക് ഉദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നുണ്ട്, ബാക്കി 12 മണിക്കൂർ രാത്രി. ചന്ദ്രൻ അതിൻ്റേതായ വേഗതയിൽ ഭൂമിയെ ചുറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഗ്രഹങ്ങൾ ഭൂമിക്ക് ചുറ്റും ഇങ്ങനെ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതെല്ലാം അന്നത്തെ കാഴ്ചപ്പാടാണ് ഈ ഭൂമിയെ ചുറ്റുന്നു എന്ന് പറയുന്നത്. ഈ എക്ലിപ്റ്റിക്കിലൂടെ വരുന്ന ചില കോൺസ്റ്റലേഷൻസ് ഉണ്ട്, നക്ഷത്ര കൂട്ടങ്ങളും അവയുടെ രൂപങ്ങളും ഉണ്ട്. അവ ഏകദേശം ഭൂമിക്ക് ചുറ്റും 12 എണ്ണത്തെയാണ് അന്ന് നിരീക്ഷിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സത്യത്തിൽ ആസ്ട്രോളജി ഫോം ചെയ്യുന്നത്. നിങ്ങൾ രാത്രി ആകാശത്തേക്ക്, തെളിഞ്ഞ ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചന്ദ്രനും അതേപോലെ തന്നെ പകൽ നിങ്ങൾ ഏതെങ്കിലും ആപ്ലിക്കേഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ സൂര്യനുമൊക്കെ പോകുന്ന പാതയിലുള്ള 12 കോൺസ്റ്റലേഷൻസിനെ പരിഗണിച്ചാണ് സോഡിയാക് എന്ന് പറയുന്ന രാശി രൂപപ്പെട്ടത്. ഈ രാശിയുടെ അടിസ്ഥാനത്തിലാണ് വെസ്റ്റേൺ ആസ്ട്രോളജി വർക്ക് ചെയ്യുന്നത്. സൂര്യൻ ഏത് രാശിക്ക് നേരെയാണോ വരുന്നത് അതാണ് അപ്പോൾ ജനിച്ച ആളുടെ രാശി എന്നുള്ള അടിസ്ഥാനത്തിൽ അത് കണക്കാക്കും. ഇപ്പോൾ വേദിക് ആസ്ട്രോളജി അല്ലെങ്കിൽ ഇന്ത്യൻ ആസ്ട്രോളജിയിലേക്ക് വരുമ്പോൾ ഈ രാശിക്ക് പുറമെ നക്ഷത്രങ്ങൾ കൂടി വരുന്നുണ്ട്. 27 നക്ഷത്രങ്ങൾ ഉൾപ്പെടെയാണ് നമ്മൾ ആസ്ട്രോളജി കണക്കാക്കുന്നത്. കാരണം വെസ്റ്റേൺ ആസ്ട്രോളജിയിൽ സൂര്യൻ്റെ സ്ഥാനവും നമ്മുടെ ആസ്ട്രോളജിയിൽ ചന്ദ്രൻ്റെയും സ്ഥാനം പരിഗണിച്ചുകൊണ്ടാണ് ആസ്ട്രോളജിയുടെ ഒരു ബേസിക് ഐഡിയ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരാൾ ജനിക്കുമ്പോൾ അയാളുടെ സെലസ്റ്റിയൽ ബോഡികളുടെ സ്ഥാനം, സൂര്യൻ്റെ പുറകിൽ ഏത് സോഡിയാക്കായിരുന്നു, ചന്ദ്രൻ്റെ പുറകിൽ ഏത് സോഡിയാക്കാണ് എന്ന അടിസ്ഥാനത്തിൽ അയാൾ ഇന്ന രീതിയിലായിരിക്കും ജീവിക്കുക, ഇന്ന വ്യക്തിത്വമായിരിക്കും എന്നുള്ള രീതിയിൽ അയാളുടെ ഭാവി മുഴുവൻ എഴുതി വയ്ക്കാൻ ഈ ആസ്ട്രോളജി അടിസ്ഥാനമാക്കിയുള്ള ചാർട്ടുകൾ വർക്ക് ചെയ്യുന്ന ജാതകം അല്ലെങ്കിൽ ഹൊറോസ്കോപ്പിൻ്റെ സഹായത്തോടു കൂടി നോക്കുന്നു എന്നുള്ളതാണ് സത്യത്തിൽ ആസ്ട്രോളജിയുടെ ബേസിക്സ്. ഭൂമി പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമാണെന്ന് വിശ്വസിച്ചിരുന്ന സമയം, അത് മാത്രമല്ല ഈ മനുഷ്യൻ്റെ ശരീരത്തിലെ സ്വഭാവ സവിശേഷതകളും അവൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വരുന്ന ഇമ്പാക്റ്റുകളൊക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് മനസ്സിലാക്കിയിരുന്നിട്ടില്ലാത്തൊരു സാഹചര്യം, അതായത് DNA പോലെയുള്ള കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത കാലം, എന്തുകൊണ്ട് അസുഖങ്ങൾ വരുന്നു എന്ന് മനസ്സിലാക്കിയിട്ടില്ലാത്ത കാലം, എന്തുകൊണ്ട് കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുന്നു എന്ന് പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടില്ലാതിരുന്ന കാലത്ത് ഫോം ചെയ്ത ഒരു മെത്തേഡാണ് ആസ്ട്രോളജി എന്ന് പറയുന്നത്. അപ്പോൾ ചരിത്രത്തിൽ പല ഭാഗത്ത് വെച്ചും നമ്മുടെ ഈ ശാസ്ത്ര പഠനവും ജ്യോതിഷവും 2 വഴിക്ക് സ്പ്ലിറ്റ് ചെയ്യേണ്ടതാണ്. പക്ഷേ ഇന്നും സയൻറ്റിഫിക് എന്നൊരു പദം ഉപയോഗിച്ചുകൊണ്ട് ചന്ദ്രൻ്റെയും ചൊവ്വയുടെയും സൂര്യൻ്റെയും നക്ഷത്രങ്ങളുടെയും ഒക്കെ തന്നെ സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഇമ്പാക്റ്റ് ചെയ്യുന്നത് എന്ന് വിശദീകരിക്കാൻ ഓരോ ആസ്ട്രോളജേഴ്സും ശ്രമിക്കാറുണ്ട് എന്നതാണ് രസം. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ പറയുന്ന നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും സ്ഥാനം കൊണ്ട് മനുഷ്യൻ്റെ ജീവിതത്തിലെന്നല്ല ഭൂമിയിൽ ഏതെങ്കിലും ഒരു വസ്തുവിന് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു ശാസ്ത്രീയമായിട്ടുള്ള അന്വേഷണമാണ്. അതിനുവേണ്ടി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വസ്തുവിൽ ഇമ്പാക്റ്റ് ചെയ്യാൻ നമുക്ക് ബലം ആവശ്യമുണ്ട്, ഫോഴ്സ് ആവശ്യമുണ്ട്. യൂണിവേഴ്സിൽ അടിസ്ഥാനപരമായിട്ട് 4 ബലങ്ങളാണ് ഉള്ളത്. ഈ ബലങ്ങളുടെ പല രൂപങ്ങളാണ് നമുക്ക് ചുറ്റും കാണപ്പെടുന്ന മറ്റ് ബലങ്ങൾ. ഈ ബേസിക് ആയിട്ടുള്ള 4 ഫോഴ്സുകൾ 2 എണ്ണം സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, പിന്നെ 2 എണ്ണം ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്.
സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സും വീക്ക് ന്യൂക്ലിയർ ഫോഴ്സും ആറ്റങ്ങൾക്കുള്ളിൽ അനുഭവപ്പെടുന്ന ഒന്നാണ്. ആറ്റത്തിൻ്റെ പുറത്തേക്ക് നമുക്കത് ഡിറ്റക്ട് ചെയ്യാൻ പോലും സാധിക്കില്ല. അതുകൊണ്ട് അതിനെ മാറ്റി നിർത്താം. അത് ലോങ് റേഞ്ച് അല്ല. ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സും ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ലോങ് റേഞ്ച് ആണ്. ഓക്കെ, സമ്മതിച്ചു. ഇത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് മാഗ്നറ്റിക് എഫക്റ്റുകൾ, ഫീൽഡിൽ നിന്നൊക്കെ നമുക്ക് എഫക്റ്റ് ഉണ്ടാകുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സാണ്. ഇലക്ട്രിസിറ്റിയുടെ സഹായത്തോടു കൂടിയൊക്കെ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. നമ്മുടെ പ്രപഞ്ചത്തിൽ സോളാർ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു മാഗ്നറ്റിക് ഫീൽഡുള്ള ഒരു ഗ്രഹം എന്ന് പറയുന്നത് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമായിട്ടുള്ള വ്യാഴമാണ്. വ്യാഴത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഭൂമിയിലെ ആരെങ്കിലും സ്വാധീനിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തൊട്ടപ്പുറത്തിരിക്കുന്ന ബോക്സിലെ സ്പീക്കറോ, നമ്മുടെ സീലിംഗ് ഫാനിലിരിക്കുന്ന കാന്തമോ, അല്ലെങ്കിൽ നമ്മുടെ അടുക്കളയിലിരിക്കുന്ന മൈക്രോവേവ് അവൻ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ 1000-1 എഫക്റ്റ് പോലും ഭൂമിയിലെ ഒരാളിലോ ഒരു വസ്തുവിലോ വ്യാഴത്തിൻ്റെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ചെലുത്തുന്നില്ല. അതായത് ഇപ്പോൾ ചന്ദ്രൻ്റേതായാലും ചൊവ്വയുടേതായാലും ഇതൊന്നും വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് അല്ല. ഇനി അഥവാ അത് സ്വാധീനം ചെലുത്തിയാലും എങ്ങനെയാണ് മനുഷ്യൻ്റെ സ്വഭാവത്തെ അത് സ്വാധീനിക്കുക? നമ്മുടെ ശരീരത്തിൽ കാന്തം ആകർഷിക്കുന്ന എന്ത് വസ്തുവാണുള്ളത്, അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ഏൽക്കുന്ന എന്ത് സാധനമാണുള്ളത്? ഇത്രയും വീക്കായിട്ടുള്ള ഒരു എഫക്റ്റും നമ്മുടെ ശരീരത്തിൽ വരാൻ സാധ്യതയില്ല. 2, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗുരുത്വാകർഷണ ബലത്തെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള വിശദീകരണം ഇക്വേഷൻ വൈസ് ന്യൂട്ടനും എക്സ്പ്ലനേഷൻ വൈസ് ഐൻസ്റ്റീനും നമുക്ക് തന്നു കഴിഞ്ഞു. 2 വസ്തുക്കൾ തമ്മിൽ മാസ് ഉണ്ടെങ്കിൽ അവ തമ്മിൽ ഉണ്ടാകുന്ന ഒരു ബലമാണ് ഗുരുത്വാകർഷണ ബലം. ഭൂമിക്ക് പുറമെ ചൊവ്വയും ചന്ദ്രനുമൊക്കെ അത്രത്തോളം മാസ് കൂടിയ വസ്തുക്കളാണെങ്കിലും നമ്മുടെ ശരീരത്തിൽ ഗ്രാവിറ്റി അവയെക്കൊണ്ട് യാതൊരു എഫക്റ്റും ഉണ്ടാക്കുന്നില്ല. ഈവൻ എൻ്റെ വീട്ടിലിരിക്കുന്ന ഈ ഒരു ലൈറ്റോ ക്യാമറയോ അല്ലെങ്കിൽ എൻ്റെ കമ്പ്യൂട്ടറോ തരുന്നത്ര ഗ്രാവിറ്റേഷണൽ എഫക്റ്റ് പോലും ചന്ദ്രനിൽ നിന്നോ ചൊവ്വയിൽ നിന്നോ നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നില്ല. അതുകൂടാഞ്ഞിട്ട് ഗ്രാവിറ്റേഷണൽ ഫീൽഡിൻ്റെയും ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും അവയുണ്ടാക്കുന്ന ഫോഴ്സിൻ്റെ എക്സ്റ്റെൻറ്റ് മനസ്സിലാക്കാൻ നമുക്ക് ഇക്വേഷനുകളുണ്ട്. കൂളോംസ് ലായും അതേപോലെ തന്നെ F=G m1m2/r² എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കണക്കാക്കുമ്പോൾ മനുഷ്യ ശരീരത്തിൽ ഈ ഫോഴ്സൊന്നും യാതൊരു തരത്തിലുള്ള ഇമ്പാക്റ്റും സെലസ്റ്റിയൽ ബോഡികൾ, ആകാശത്ത് കാണപ്പെടുന്ന ഗോളങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നില്ല. ഇനി അഥവാ നമ്മുടെ ശരീരത്തിൽ അവർ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയാലും ഏത് തരത്തിലുള്ള ഇൻഫ്ലുവൻസ് ആണ് ഉണ്ടാവുക? നമ്മൾ ജനിച്ചു കഴിയുമ്പോൾ നമ്മുടെ സ്വഭാവ സവിശേഷതകൾ തീരുമാനിക്കുന്നതിൽ നമ്മുടെ ജെനറ്റിക്സിന് വലിയ പങ്കുണ്ട്. DNA എന്താണെന്ന് പോലും കണ്ടുപിടിക്കാത്ത, അല്ലെങ്കിൽ ജെനറ്റിക്സ് ആണ് ഒരു വ്യക്തിയുടെ സ്വഭാവം നിർണ്ണയിക്കുന്നത് എന്ന് കണ്ടുപിടിക്കാത്ത കാലത്ത് കൊണ്ടുവന്ന ഒരു മെത്തേഡാണ് ഈ പറയുന്ന ആസ്ട്രോളജി എന്ന് പറയുന്ന അതിൻ്റെ ബേസിലുള്ള ഹോറോസ്കോപ്പ്. അവയ്ക്കൊന്നും നമ്മുടെ ശരീരത്തിൽ ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ കഴിയില്ല. ഇനിയിപ്പോൾ നമ്മുടെ DNA ആൾട്ടർ ചെയ്താൽ പോലും അത് ചിലപ്പോൾ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളിലേക്ക് നയിക്കും എന്നുള്ളതല്ലാതെ നമ്മുടെ ബേസിക് സ്വഭാവത്തിൽ കാര്യമായിട്ടുള്ള സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നെങ്ങും പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുമില്ല. അതായത് സയൻറ്റിഫിക്കലി നമുക്കൊരിക്കലും ആസ്ട്രോളജിയിൽ പറയുന്ന രീതിയിൽ ഏതെങ്കിലും സെലസ്റ്റിയൽ ബോഡി നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നുണ്ട് എന്ന് തെളിയിക്കാൻ കഴിയില്ല. അപ്പോൾ ചോദ്യം ഇതാണ്, എന്തുകൊണ്ട് ഈ ഒരു ഫീൽഡ് ഇപ്പോഴും നിലനിൽക്കുന്നു? ഇത്രയും പഴക്കമുള്ളൊരു കാര്യം എന്തുകൊണ്ട് നിലനിൽക്കുന്നു? അതിലേറ്റവും ബേസ് ആസ്ട്രോളജി എന്ന് പറയുന്നത് ഫണ്ണും ആളുകൾ ഇഷ്ടപ്പെടുന്നതുമാണ് എന്നുള്ളതാണ്. നമ്മുടെ ഭാവി അറിയാൻ മറ്റൊരു മാർഗ്ഗവും ഇല്ല. അപ്പോൾ ആകെ എക്സിസ്റ്റ് ചെയ്യുന്നത് ഈ വളരെ അത്ഭുതകരമായിട്ടുള്ള പ്രപഞ്ചവും പ്രപഞ്ചത്തിലെ വസ്തുക്കളുമാണ്. സ്വാഭാവികമായിട്ടും അവയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യൻ്റെ ഭാവി നിർണ്ണയിക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ക്യൂരിയോസിറ്റി, അതുവഴി കിട്ടുന്നൊരു മനസമാധാനം. അങ്ങനെയാണെങ്കിൽ നല്ലൊരു മനസമാധാനവും നല്ലൊരു സന്തോഷവും കിട്ടുമെങ്കിൽ ജ്യോതിഷം മുന്നോട്ട് പോയിക്കോട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയും പ്രശ്നമുണ്ട്. അത് ഞാൻ ലാസ്റ്റ് പറയാം. അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ ചരിത്രത്തിൽ, ഭൂമിയുടെ ചരിത്രത്തിൽ വളരെ ചെറിയൊരു ഫ്രാക്ഷനിൽ മാത്രം ജീവിക്കുന്ന നമ്മുടെ മനുഷ്യർക്ക്, അല്ലെങ്കിൽ മനുഷ്യരുടെ ജീവിതത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണോ ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായത് എന്നുള്ളൊരു ചോദ്യം ഇവയുടെ ഇൻഫ്ലുവൻസിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്. ഇനി നക്ഷത്രങ്ങളെയും രാശികളെയും കുറിച്ച് നമ്മൾ പറയുമല്ലോ. ഓരോ നക്ഷത്രവും എത്ര കോടി പ്രകാശവർഷം അകലെയാണ് നിൽക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? ഉദാഹരണത്തിന് ബീറ്റിൽ ജ്യൂസ് എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രം ഭൂമിയിൽ നിന്ന് ഏകദേശം 746 പ്രകാശവർഷം അകലെ നിൽക്കുന്ന ഒരു നക്ഷത്രമാണ്. അപ്പോൾ നിങ്ങൾ തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ച ഒരാളാണ് എങ്കിൽ തിരുവാതിര നക്ഷത്രത്തിൻ്റെ ഇമ്പാക്റ്റ് നിങ്ങളിൽ ഉണ്ടാകാൻ പോട്ടെ, നിങ്ങൾ ജനിച്ചു എന്ന് തിരുവാതിര നക്ഷത്രം അറിയാൻ അതിൻ്റെ ഇൻഫർമേഷൻ ഏകദേശം 746 വർഷം പ്രകാശവേഗത്തിൽ സഞ്ചരിക്കണം. അവിടെ നിന്നൊരു ഫീഡ്ബാക്ക് വരാൻ വീണ്ടും 746 വർഷം എടുക്കും. അതായത് നമ്മൾ ജനിച്ച് ജീവിച്ച് മരിച്ചു കഴിഞ്ഞാൽ പോലും ആ നക്ഷത്രങ്ങൾ അറിയുന്നില്ല, അല്ലെങ്കിൽ ആ നക്ഷത്രങ്ങളുടെ ഇൻഫ്ലുവൻസ് മൂലം നമ്മുടെ ലൈഫ് ഒരിക്കലും പ്രീ ഡിറ്റർമിൻ ചെയ്യപ്പെടുന്നില്ല. ഇനി മറ്റൊരു കാര്യം, ഈ കാണുന്ന നക്ഷത്രങ്ങളെ കൂട്ടി യോജിപ്പിച്ച് സിംഹവും പുലിയും കടുവയൊന്നുമില്ല, സിംഹവും ഈ മത്സ്യവുമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ജസ്റ്റ് ഒരു ഇമാജിനേഷൻ മാത്രമാണ്. അതായത് നമ്മൾ നേരെ ആ നക്ഷത്രങ്ങളുടെ ഒരു സ്ഥാനം വല്ല സിമുലേറ്ററിലോ അല്ലെങ്കിൽ ചിത്രത്തിലോ ഒക്കെ നമ്മൾ 3D ചിത്രങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു നക്ഷത്രവും അതിൻ്റെ തൊട്ടടുത്ത നക്ഷത്രവും തമ്മിൽ വളരെയധികം ദൂരമുണ്ട്.
ഭൂമിയും ആദ്യത്തെ നക്ഷത്രവും തമ്മിലുള്ള ദൂരത്തേക്കാൾ കാണും നമ്മൾ കൂട്ടിയോജിപ്പിച്ച രണ്ടാമത്തെ നക്ഷത്രത്തിലേക്കുള്ള ദൂരം. അത്രത്തോളം അകലെയുള്ള വസ്തുക്കളെ അപ്പാരൻ്റ്ലി നമ്മളൊരു സ്ഥാനത്ത് കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ അവയ്ക്ക് ആ മൃഗങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. മനുഷ്യൻ തൻ്റെ ഭാവനയ്ക്കനുസരിച്ച് വരച്ചതാണ്. പിന്നെ ഇന്ത്യൻ ആസ്ട്രോളജിയും ഗ്രീക്ക് ആസ്ട്രോളജിയൊക്കെ തമ്മിൽ നോക്കുമ്പോൾ നമുക്ക് ഈ കോൺസ്റ്റലേഷൻസിൽ ബന്ധം കാണാം. അതിൻ്റെ കാരണം നമ്മൾ ഗ്രീക്കിൽ നിന്ന് ഈ രൂപങ്ങൾ കോപ്പി അടിച്ചതാണ്. നമ്മുടെ ഇമാജിനേഷൻ അനുസരിച്ച് നമ്മൾ ഉണ്ടാക്കിയെടുത്തത് മാത്രമല്ല, ഇവയ്ക്കൊക്കെ തന്നെ സിമിലാരിറ്റി വരാൻ ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ട് ചരിത്രത്തിൽ. ഇതാണ് ആസ്ട്രോളജിയുടെ ബേസിക്സ്. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ആസ്ട്രോളജി ബേസ് ചെയ്തിട്ടുള്ള ഹൊറോസ്കോപ്പ് വിശ്വസിക്കുന്നു എന്നുള്ളതിന് മറ്റൊരു കാരണം, അത് തരുന്ന പ്രഡിക്ഷൻ എന്ന് പറയുന്നത് ഫാൾസിഫയബിൾ അല്ല. കൃത്യമായിട്ടുള്ള പ്രഡിക്ഷൻ ആരും തരില്ല. തന്നു കഴിഞ്ഞാൽ നമുക്കത് ക്വസ്റ്റ്യൻ ചെയ്യാനും സാധിക്കും. നിങ്ങൾ ഏതെങ്കിലും ഒരു ആസ്ട്രോളജേഴ്സിൻ്റെ അടുത്ത് നിന്ന് നിങ്ങളുടെ നക്ഷത്രവും ജനനസമയവും അവർ ചോദിക്കുന്ന കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ വളരെ റാൻഡം ആയിട്ടുള്ള എന്നാൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളായിരിക്കും അവർ പറയുക. ഉദാഹരണത്തിന് നമ്മൾ വാരഫലം പത്രങ്ങളിൽ നോക്കുമ്പോൾ നമ്മുടെ ജനനസമയവും നക്ഷത്രവും ഒക്കെ വെച്ചുകൊണ്ടൊക്കെ നമ്മൾ ജാതകം നോക്കിയാലും അവിടെയൊക്കെ വരുന്നത് സാമ്പത്തികമായിട്ടുള്ള ഉന്നമനം, കുടുംബജീവിതത്തിൽ ശാന്തത, സാമ്പത്തികമായിട്ടുള്ള നഷ്ടം, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങൾ തിരിച്ചു കിട്ടുന്നു, അതുമല്ലെങ്കിൽ ജോലി സാധ്യത, വിദേശത്തേക്ക് പോകാനുള്ള സാധ്യത, വിദ്യാഭ്യാസത്തിൽ ഉന്നമനം, ഇതുപോലെയുള്ള ജനറലി എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന, എല്ലാവരും ഇമ്പ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചായിരിക്കും ഈ പറയുന്ന നമ്മുടെ ജാതകത്തിൽ പറയുക, അല്ലെങ്കിൽ ജ്യോതിഷത്തിൽ പറയുക. ജാതകം എന്ന് പറയുന്നത് ജ്യോതിഷത്തെ അടിസ്ഥാനമാക്കിയുള്ള കുറേ പ്രഡിക്ഷൻസ് ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യം, ആളുകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന കാര്യമായിരിക്കും കൂടുതലും 80% പറയുക. ഇനി നെഗറ്റീവ് പറഞ്ഞാൽ നിങ്ങൾ ഓവർ ട്രസ്റ്റഡ് ആണ്, ഓവർ ഹമ്പിളാണ്. അപ്പോൾ ഇതൊക്കെ ഒരു നെഗറ്റീവ് ട്രേറ്റുകൾ ആണെങ്കിലും ആളുകൾ അങ്ങനെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങൾ വളരെയധികം ഓവർ ട്രസ്റ്റ് ചെയ്യുന്ന ഒരാളാണെന്ന് പറയുമ്പോൾ ആരും അത് എതിർക്കില്ല. ആളുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളായിരിക്കും ഇവർ പറയുക. വളരെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളിലായിരിക്കും ഈ പറയുന്ന പണ്ഡിതന്മാർ, ജ്യോതിഷ പണ്ഡിതന്മാർ അഭിപ്രായം പറയുക. അല്ലാതെ നിങ്ങൾ അടുത്ത ദിവസം പോകുമ്പോൾ നിങ്ങളുടെ വീട്ടിൻ്റെ 1 കിലോമീറ്റർ അപ്പുറത്തുള്ള ജംഗ്ഷനിൽ ഇന്നയാളുടെ കടയുടെ താഴെ നിങ്ങൾക്ക് 2000 രൂപയുടെ നോട്ട് കിടക്കുമെന്നും അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന കുട്ടി നിങ്ങൾക്കൊരു മിഠായി വാങ്ങിച്ചു തരുമെന്നും ഒരിക്കലും ആരും പറയില്ല. കാരണം ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് ഒരേ നക്ഷത്രത്തിൽ ജനിച്ച ആളുകളുടെ ലൈഫ് പല രീതിയിലാണ് പോകുന്നത്. ഇനി അഥവാ ഒരാളുടെ നക്ഷത്രവും അയാളുടെ ജനന സമയവും അയാളുടെ ഭാവി തീരുമാനിക്കുന്നുണ്ട് എങ്കിൽ അതേ സമയത്ത് അതേ നക്ഷത്രമുള്ള ആളുകൾ ജനിക്കുകയാണെങ്കിൽ ഇവരെല്ലാവരും പോകേണ്ടത് ഒരേ രീതിയിലും ഒരേ അനുഭവങ്ങളിലൂടെ ആയിരിക്കും. ഒരിക്കലും നിങ്ങൾക്കത് പ്രൂവ് ചെയ്യാൻ കഴിയില്ല. ഇരട്ട കുട്ടികളുടെ ജാതകം നോക്കിയാൽ പോലും അവരുടെ ഇടയിൽ സിമിലാരിറ്റി വരേണ്ടതുണ്ട്. കാരണം അവരുടെ ജനന സമയവും നക്ഷത്രവും ഒക്കെ തന്നെ ഒന്നാണ്. ഒരു സ്ഥലത്താണ് ജനിച്ചത്, ഒരേ സമയത്ത് മിനിറ്റുകളുടെ വ്യത്യാസത്തിലാണ് ജനിച്ചത്. പക്ഷേ അവർ വ്യത്യസ്തമായിട്ടുള്ള ജീവിത പശ്ചാത്തലത്തിലൂടെ പോകുന്നവരായിരിക്കും. ബെർണാം എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്ന ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ട്. അത് പ്രധാനമായിട്ടും ഇത്തരത്തിൽ ഈ ക്രിസ്റ്റൽ ഹീലിംഗ്, മൈൻഡ് റീഡിങ്, അതേപോലെ ഈ പറയുന്ന ഹൊറോസ്കോപ്പ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടി മുന്നോട്ട് വെച്ചൊരു എക്സ്പെരിമെൻ്റാണ്. അതായത് നിങ്ങൾ കുറേ ആളുകളെ എടുക്കുകയാണ്. ഈ ആളുകളോട് പറയുകയാണ് നിങ്ങളുടെ ലൈഫിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു കുറിപ്പ്, ഒരു ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ കറക്റ്റ് നിങ്ങൾക്ക് വേണ്ടി ഹൊറോസ്കോപ്പ് പ്രകാരം നിർമ്മിച്ചതാണ്. ഇത് വായിച്ചു നോക്കിയിട്ട് ഇത് എത്ര % ശരിയാണെന്ന് പറയുക എന്ന് പറഞ്ഞൊരു 10 പേരെ എടുത്തിട്ട് അവർക്ക് 10 പേർക്കും ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നു. 10 പേരും വിചാരിക്കുന്നത് തങ്ങളെക്കുറിച്ചുള്ള ഇൻഡിവിജ്വൽ ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷനാണ് ഇത് എന്നുള്ളതാണ്. ഞാൻ ഉൾപ്പെടെ 10 പേരാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. ഇത് വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ 10 പേരും എൻ്റെ ജീവിതം ഇങ്ങനെയാണ് എന്ന് എഗ്രി ചെയ്യുകയായിരിക്കും ചെയ്യുക. കാരണം അതിനകത്ത് എഴുതിയിരിക്കുന്നത് നിങ്ങൾ ഓവർ ട്രസ്റ്റി ആയിട്ടുള്ള ആളുകളാണ്, നിങ്ങൾ ആളുകളെ സഹായിക്കാറുണ്ട്, നിങ്ങൾക്ക് നല്ല ജീവിതം വരാനുള്ള സാധ്യതയുണ്ട്, നിങ്ങൾക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് കാത്തിരിക്കുന്നു, നിങ്ങൾ ആത്മാർത്ഥതയുള്ള ആളാണ്, നിങ്ങൾക്ക് നല്ല സൗഹൃദങ്ങൾ സൂക്ഷിക്കാൻ ഇഷ്ടമുണ്ട്, നിങ്ങൾ മധുരതരമായിട്ട് ആളുകളോട് പെരുമാറാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ഇത്തരത്തിലുള്ള ജനറൽ ട്രേറ്റുകൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ 10 പേരിൽ കുറഞ്ഞത് 8 പേരെങ്കിലും ഇത് എന്നെക്കുറിച്ചുള്ളത് തന്നെയാണ് എന്ന് അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. ഇതാണ് ബെർൺ എഫക്റ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ നോക്കുമ്പോൾ ഈ 10 പേർക്ക് കൊടുത്ത ഡിസ്ക്രിപ്ഷനും ഒരേ ഡിസ്ക്രിപ്ഷനാണെന്ന് കാണാം. അതായത് ആളുകൾ ജനറലായിട്ട് അംഗീകരിക്കുന്ന ഒരു 60 മുതൽ 80% കാര്യങ്ങൾ തന്നെയായിരിക്കും ഈ പറയുന്ന ഹൊറോസ്കോപ്പ് വെച്ച് നടക്കുന്ന പണ്ഡിതരെല്ലാം പറയുക. അല്ലാതെ പ്രവചിച്ച കാര്യങ്ങളിൽ തെറ്റ് വന്നിട്ടുണ്ട്, അതിൽ ക്വസ്റ്റ്യനിങ് നടന്നിട്ടുണ്ട്. 1939 ലണ്ടനും ജർമ്മനിയും തമ്മിൽ യുദ്ധം നടക്കുമെന്ന് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ആസ്ട്രോളജി മാഗസിൻ പ്രവചിച്ചിരുന്നു. അത് തെറ്റി. 1980കളിലും ഇതുപോലെ തന്നെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആസ്ട്രോളജിസ്റ്റുകൾ ചേർന്ന് ഒരു സംഘടനയൊക്കെ ഉണ്ടാക്കി അതിൻ്റെ പ്രസിഡൻറ്റ് സെക്രട്ടറിയൊക്കെ ചേർന്നുകൊണ്ട് ഒരു പ്രവചനം നടത്തി. 1982 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടന്നില്ല. അപ്പോൾ ഇതൊക്കെ ഓരോ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ആസ്ട്രോളജി എന്നതിന് പുറമെ ആസ്ട്രോണമി, അതായത് ജ്യോതിശാസ്ത്ര വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്ന, കോസ്മോളജിയിൽ വർക്ക് ചെയ്യുന്ന പ്രഗത്ഭരായിട്ടുള്ള ഒരാൾ പോലും ആസ്ട്രോളജി അല്ലെങ്കിൽ അതുമായി ബേസ് ചെയ്ത ഹൊറോസ്കോപ്പിൽ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം എന്താണ്? ഒരിക്കലും ഇത്തരം വസ്തുക്കൾക്ക് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ കഴിയില്ല. അപ്പോൾ ചോദ്യം ഇതാണ്, ആർക്കും ഒരു ശല്യമില്ല.
ആസ്ട്രോളജിസ്റ്റുകൾ ബിസിനസ് നടത്തുന്നു, അത് പൈസ ഉള്ളവർ കൊടുക്കുന്നു, ആളുകൾ തങ്ങളുടെ ഭാവിയെക്കുറിച്ച് കേൾക്കുന്നു, സംതൃപ്തരാകുന്നു. ചിലപ്പോൾ നല്ല രീതിയിൽ ഈ വർഷം പെരുമാറി കഴിഞ്ഞാൽ നല്ല ഔട്ട്കം കിട്ടും എന്നൊരു പണ്ഡിതൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാൾ അങ്ങനെ ജീവിച്ചാൽ നല്ലതല്ലേ എന്ന് ഒരാൾക്ക് ചോദിക്കാം. പക്ഷേ ഇവിടുത്തെ പ്രശ്നം ഒരു ജനറൽ പബ്ലിക് ഇത് ഏറ്റെടുക്കുമ്പോഴാണ്. റിച്ചാർഡ് നിക്സൺ അമേരിക്കൻ പ്രസിഡൻ്റായിട്ട് ചുമതലയെടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വൈഫ് ഒരു ആസ്ട്രോളജിസ്റ്റിനെ വൈറ്റ് ഹൗസിലേക്ക് ക്ഷണിച്ചു. അപ്പോൾ നിക്സൺ എടുക്കുന്ന തീരുമാനങ്ങൾ എങ്ങനെയാണ് അമേരിക്കയുടെ ഭാവിയെയും അദ്ദേഹത്തിൻ്റെ ഭാവിയെയും സ്വാധീനിക്കുക എന്ന് പ്രവചിക്കുന്നതിന് വേണ്ടിയാണ് ഒരു ജ്യോതിഷ പണ്ഡിതനെ വൈറ്റ് ഹൗസിലേക്ക് ക്ഷണിച്ചത്. എൻ്റെ ചോദ്യം ഇതാണ്, ഇതുപോലെ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൺട്രിയുടെ തലവൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ, ഒരു അമേരിക്കയുടെ പ്രഥമ പൗര ഒരു ജ്യോതിഷ വിദഗ്ധൻ്റെ സഹായത്തോടു കൂടി പ്രവചിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ന്യൂക്ലിയർ വാർ ആരംഭിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്തിന് മുകളിൽ പരിഹാരമായിട്ട് അണുബോംബ് വരണം എന്ന് ഉപദേശിച്ചാൽ അത് കേൾക്കുന്ന ആളാണ് ആ പ്രസിഡൻ്റ് എങ്കിൽ ലോകത്തിന് എന്ത് സംഭവിക്കും? അമേരിക്ക എന്ന് വേണ്ട, ആയുധങ്ങളുള്ള ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ തലവൻ ഇതേപോലെ ചിന്തിച്ചാൽ അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ബർഡൻ ആരിലേക്ക് പോകും? അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ സമൂഹത്തിൽ മെജോറിറ്റി ആളുകളും ജ്യോതിഷം പോലെയുള്ള ബേസ് ഇല്ലാത്ത, എവിഡൻസ് ഇല്ലാത്ത ഒരു സൂപ്പർസ്റ്റിഷനായിട്ടുള്ള സ്യൂഡോ സയൻസിനെ ഫോളോ ചെയ്യാൻ ആരംഭിച്ചാൽ സമൂഹത്തിൽ റീസണിങ്, അതുപോലെ തന്നെ ക്രിട്ടിക്കൽ തിങ്കിങ് തുടങ്ങിയ കാര്യങ്ങൾക്ക് വലിയ തോതിലുള്ള അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുമാത്രമല്ല, നമ്മുടെ പല തീരുമാനങ്ങളിലും നമ്മുടേതായിട്ടുള്ള ഫ്രീ വില്ലില്ലാതെ ആരെങ്കിലും പറയുന്ന കാര്യങ്ങളിൽ നമ്മൾ തീരുമാനമെടുക്കാൻ തുടങ്ങിയാൽ ഒരു പൊതു ബോധത്തിനുണ്ടാകുന്ന അപകടത്തിലേക്കാണ് നയിക്കുന്നതെങ്കിൽ അതെപ്പോഴും ഒഴിവാക്കപ്പെടേണ്ടതാണ്. പിന്നെ ഇതൊരു സ്കാമാണ്, അതൊരു വലിയ $multi-billion ബിസിനസ്സാണ്, ലോകത്ത് വെച്ച് നോക്കിയാലും ഇന്ത്യയിൽ വെച്ച് നോക്കിയാലും. അപ്പോൾ ഇത് പ്രൊമോട്ട് ചെയ്യുന്നത് സയൻറ്റിഫിക്കലി വളരാൻ 21ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ഒരു ജനറേഷന് അക്സെപ്റ്റബിൾ ആണോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക. ഞാനീ പറഞ്ഞ കാര്യങ്ങളല്ലാതെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കിതിൽ ചിന്തിക്കാനും ആലോചിക്കാനും സാധിക്കും. ചൊവ്വാദോഷം പോലെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലെ പലരുടെയും തലയിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. അതേസമയം നമ്മുടെ ISRO തന്നെ ചൊവ്വയിലേക്ക് പേടകം ആദ്യ പരീക്ഷണത്തിൽ തന്നെ വിക്ഷേപിച്ച് അവിടെ എത്തിച്ച് ചൊവ്വയെക്കുറിച്ച് മനസ്സിലാക്കി. ഒരു വലിയ പാറക്കഷ്ണം മാത്രമാണ് ചൊവ്വ എന്നിരിക്കെ അതെങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ ആളുകളുടെ കല്യാണത്തെ ബാധിക്കുന്നത് എന്നുള്ള ചോദ്യമൊക്കെ തന്നെ ഒന്നിരുന്ന് ചിന്തിച്ചാൽ നമുക്ക് ഈ ലോകത്തെ മുൻധാരണയില്ലാതെ കാണാനും നമ്മുടേതായിട്ടുള്ളൊരു ലോകം പടുത്തുയർത്താനും സാധിക്കും. അല്ലാതെ ഇതെല്ലാം തന്നെ ആരെങ്കിലും പറഞ്ഞു തരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിച്ചാൽ എന്ത് ഫണ്ണാണുള്ളത്? നമ്മൾ നല്ല കാര്യം ചെയ്യുന്നതും നല്ല രീതിയിൽ നടക്കുന്നതും നന്മ ചെയ്യുന്നതും ഒരിക്കലും റിവാർഡോ സ്വർഗമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രവചനങ്ങളുടെയോ അടിസ്ഥാനത്തിലായിരിക്കരുത്. അത് നമ്മുടെ മനസ്സിൽ തട്ടി ചെയ്യുന്നതായിരിക്കണം എന്നുള്ളൊരു ബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഞാനിവിടെ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഒരുപാട് ചിന്തിക്കുക. എനിക്ക് ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകളും ഇതിൻ്റെ പേരിൽ ഒരുപാട് രീതിയിലുള്ള കമൻറ്റ് ബോക്സിലെ ചർച്ചകളും ഒക്കെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ജ്യോതിഷത്തെക്കുറിച്ച് ഞാനിവിടെ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ട്, അത് ജെനുവിനാണ്, അത് നല്ല ഭാഷയിലാണ് എങ്കിൽ നമുക്ക് ഫർദർ ഡിസ്കസ് ചെയ്യാം. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാനുള്ള അവസരമുണ്ട്. തീർച്ചയായിട്ടും നമുക്കിതിനെ ഒരു ബെറ്റർ ആയിട്ടുള്ള ഡിസ്കഷനാക്കി മാറ്റാൻ സാധിക്കട്ടെ. വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ സംശയങ്ങളിൽ ഞാൻ ഓപ്പണാണ്, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാനും ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്ന വ്യക്തിയാണ്. സയൻറ്റിഫിക്കലി ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ, എനിക്ക് തിരിച്ചറിയാൻ പറ്റിയ കാര്യങ്ങൾ, എൻ്റെ തിങ്കിങ്ങിൽ ഓക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് സംസാരിച്ചു. അംഗീകരിക്കുന്നവരുണ്ടായിരിക്കാം, എതിർക്കുന്നവരുണ്ടായിരിക്കാം. എല്ലാവരുടെ വാക്കുകളും ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ പറഞ്ഞ കാര്യത്തിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ആ ചിന്തയിലാണ് കാര്യങ്ങളെല്ലാം ഇരിക്കുന്നത്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ